ആദായ നികുതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ധനമന്ത്രി നിർമ്മല സീതാരാമനാണ് ബിൽ അവതരിപ്പിച്ചത്. ബിൽ സെലക്ടഡ് കമ്മിറ്റിക്ക് വിടണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടു. Amendments have been made from 1961 and all those are being looked at now. PR അരവിന്ദ് വിശദാംശങ്ങൾ നൽകും. അരവിന്ദ്, ആദായ നികുതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിക്കുന്നു, എന്താണ് ഉണ്ടായത്? നിലവിലുള്ള ആദായ നികുതി നിയമത്തിന് പകരമുള്ള ആദായ നികുതി ബിൽ 2025 ഇപ്പോൾ പാർലമെന്റിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ധനമന്ത്രി നിർമ്മല സീതാരാമനാണ് ആ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത്. ബില്ല് വിശദ പരിശോധനകൾക്ക് സെലക്ട് കമ്മിറ്റി വിടാനുള്ള നിർദ്ദേശവും ഇപ്പോൾ ധനമന്ത്രി സ്പീക്കറുടെ പരിഗണനയ്ക്ക് വച്ചിട്ടുണ്ട്. സ്പീക്കർ അംഗീകരിക്കുന്ന മുറയ്ക്ക് സെലക്ട് കമ്മിറ്റി രൂപീകരിക്കും. ഈ സമിതികളുടെ ശുപാർശകൾ കൂടി മാനിച്ച് 2026 ഏപ്രിൽ 1 മുതൽ പുതിയ നിയമവ്യവസ്ഥകൾക്ക് പ്രാബല്യം വരത്തക്ക വിധം തുടർ നടപടികളിലേക്ക് കടക്കുവാനാണ് സർക്കാർ ഒരുങ്ങുന്നത്. 2024-25 സാമ്പത്തിക വർഷത്തെ നികുതി നിർണ്ണയം നിലവിലെ നിയമപ്രകാരമായിരിക്കും. 622 പേജുകളിലേക്ക് ചുരുക്കി ലളിതമായ ഭാഷയിലായിരിക്കും പുതിയ ബില്ലുകൾ. പ്രധാനമായും ഈ ആദായ നികുതിയുമായി ബന്ധപ്പെട്ട് ഉയർന്നുവരുന്ന പരാതികൾ കുറയ്ക്കുക എന്നതാണ് പുതിയ ബില്ലിലൂടെ ലക്ഷ്യം വെക്കുന്നത്. പഴയ നിയമവ്യവസ്ഥകൾ മിക്കവാറും അതേപടി തുടരുകയാണെങ്കിൽ പുതിയൊരു നിയമനിർമ്മാണത്തിന്റെ ആവശ്യമില്ലെന്ന പ്രതിപക്ഷം വാദമുയർത്തുന്നു. എന്തായാലും ഈ വാദങ്ങളെല്ലാം ധനമന്ത്രി തള്ളിയിരിക്കുകയാണ്. കൂടുതൽ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പമുള്ള രീതിയിലായിരിക്കും പുതിയ ബില്ലുകൾ തയ്യാറാക്കുകയെന്നും ഇപ്പോൾ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്തായാലും സെലക്ട് കമ്മിറ്റി ഉടൻ തന്നെ രൂപീകരിച്ച് ഇത് വിശദ പരിശോധനയ്ക്കാണ് അയക്കുവാൻ പോകുന്നത്.